കസിനായ അമ്പാടിയുടെ വെഡിങ്ങിന് മുൻപുള്ള സംഗീത് നൈറ്റാണ് ഇന്ന്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബാലരാമപുരത്ത് കൽപ്പടിയിൽ റിസോർട്ടിൽ വെച്ചിട്ട് വൈകിട്ട് 4 മണി തൊട്ട് 10 മണി ഒരു ചെറിയൊരു ഫംഗ്ഷനാണ്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ബ്രൈഡും ഗ്രൂമൊക്കെ നേരത്തെ എത്തി. അവർ മേക്കപ്പൊക്കെ ചെയ്ത് നേരത്തെ സെറ്റായിട്ട് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഡ്രസ്സൊക്കെ കാണുമ്പോഴേ മനസ്സിലാവുമല്ലോ എല്ലാവർക്കും ക്രീം കളർ, ഗോൾഡൻ കളർ ഷെയ്ഡൊക്കെ ആയിട്ടുണ്ട് വരാൻ പറഞ്ഞത്. പിന്നെ ബ്രൈഡും ഗ്രൂം മാത്രം അവർക്ക് മാത്രം വേറൊരു കളറൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അവർ പാട്ടും ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് അവർ ആ ഫംഗ്ഷൻ അടിച്ചു പൊളിക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുമായിരുന്നു. അപ്പം ഞാനെന്തായാലും കുറച്ച് ക്ലിപ്പിങ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അമ്പാടിയുടെ അച്ഛൻ. അപ്പം കാണുന്നവർക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാ റിലേറ്റീവ്സും എല്ലാവരും കാണുന്നുണ്ട് ഇത്. അപ്പോൾ അവർക്കൊക്കെ ഇതിൻ്റെ ആവശ്യമില്ല. അറിയാത്തവരാരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവണമല്ലോ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിനെ കളിയാക്കുവാണ് എല്ലാവരും. ചിലരൊക്കെ കളിയാക്കുന്നുണ്ട്. സ്നേഹം കൊണ്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ വെൽക്കം ഡ്രിങ്കൊക്കെ അങ്ങനെ തവലയൊക്കെ കൊട്ടിയിട്ട് കൊടുക്കുമ്പോഴാണ് ഡ്രിങ്ക്സൊക്കെ കൊടുത്തോണ്ടുന്നത്. രസമായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 7 മണിക്ക് ശേഷമൊക്കെയാണ് തിരക്കൊക്കെ ആയത്. അങ്ങനെ വലിയ പ്രോഗ്രാമൊന്നും അല്ലായിരുന്നു. ഒരു ചെറിയ 150 പേരുടെ ഫംഗ്ഷനാണ്. അമ്പാടി എന്നാണ് എപ്പോഴും പറയുമെങ്കിലും പ്രണവ് എന്നാണ് മോൻ്റെ പേര്. മോളുടെ പേര് ശ്രീകുട്ടി എന്നാണ്. അപ്പോൾ ദേവിക എന്നാണ് ഒഫീഷ്യൽ നെയിം. അപ്പോൾ അവർ എൻട്രി ചെയ്യുകയാണ്. പിന്നെ അതിനുശേഷം ഒരു ചെറിയ കേക്ക് കട്ടിങ്ങോട് കൂടിയാണ് ഫംഗ്ഷൻ ആരംഭിച്ചത്. മധുരം കൊടുത്തിട്ട് എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്തെന്ന് അവർ തമ്മിൽ പരസ്പരം കൊച്ചിച്ചൻ ചെറുതായിട്ട് എല്ലാവർക്കും വന്നവർക്ക് എല്ലാവർക്കും ഒരു വോട്ട് ഓഫ് താങ്ക്സ്. എൻ്റെ കൊച്ചിച്ചനാണ്. അപ്പോൾ ഞാൻ തന്നെയാണ് കൊച്ചിച്ചനെ തങ്ങൾ പറഞ്ഞത് കേട്ടോ. അമ്പാടിയുടെ അച്ഛനാണ്. പിന്നെ അമ്പാടിയുടെ മാമനും എല്ലാവരും കൂടെ ചേർന്ന് വന്നവർക്ക് എല്ലാവർക്കും ഒരു നന്ദിയൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പതുക്കെ ചെറിയ ഗെയിംസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ പ്രോഗ്രാം ഇങ്ങനെ നീളത്തിലെങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണുമ്പോൾ ഇതൊരു ബോറായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രോഗ്രാമിനും കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത് ആണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാം. അമ്പാടി പിന്നെ ചെറിയൊരു സ്പീച്ചൊക്കെ നടത്തി. ഇച്ചിരി ഇമോഷണലായിരുന്നു. അപ്പോൾ ഇനി കാണുമ്പം ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വിഷമമൊന്നും വേണ്ട നമുക്ക്. അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തു. ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഒരു പാട്ടൊക്കെ പാടി റിലേറ്റീവ്സ്, ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും റിലേറ്റീവ്സ് മാറി പ്രോഗ്രാംസൊക്കെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ പോലെ ചുമ്മാ രസമായിട്ട് കൊച്ചു പിള്ളേരൊക്കെ നല്ല ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടൊന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊരു ചെറിയൊരു ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാവരും കൂടി ഇരുന്നു. ചെറിയൊരു ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കപ്പിൾസിനെയൊക്കെ വിളിച്ചിട്ട് മാലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് അടിച്ച് ദൂരെ ഡിസ്റ്റൻസ് ഇട്ട് വെച്ച് മാല കറക്റ്റായിട്ട് ഇടുവാണെങ്കിൽ എല്ലാവരും നന്നായിട്ട് മാലയൊക്കെ ഇട്ടു. അടിപൊളിയായിരുന്നു ആ പരിപാടി. നല്ല രസമായിരുന്നു അത് കണ്ടുകൊണ്ടിരിക്കാൻ കേട്ടോ. പക്ഷെ അത് കുറച്ചുകൂടെ കളറാക്കിയത് മിട്ടുമാമനാണ്. അമ്പാടിയുടെ മാമനാണ്, ഞങ്ങളുടെയും മാമനാണ്. മിട്ടുമാം ഭയങ്കര ഡാൻസറൊക്കെയാണ് കേട്ടോ. സ്പോർട്ട് ഡാൻസറാണ്.
അങ്ങനെ കുറച്ച് കപ്പിൾസിനെയൊക്കെ വിളിച്ച് കുറച്ചുകൂടെയൊക്കെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഡാൻസ് പ്രോഗ്രാമിന് മോളുടെ ഫ്രണ്ട്സൊക്കെ മലപ്പുറത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവരുടെ ഒരു ചെറിയ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിള്ളേർ നല്ല തകർത്ത ഡാൻസൊക്കെ ആയിരുന്നു. ഞാനെന്തായാലും കുറച്ച് ക്ലിപ്പിങ്സൊക്കെ ഇട്ടിരുന്നുള്ളൂ. നമുക്ക് മൊത്തത്തിലൊരു കവറേജ് അങ്ങനെ ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ചെറിയ ചെറിയ പാർട്സ് മാത്രം. പിന്നെ അമ്പാടിയും ശ്രീകുട്ടിയുടെ ഭയങ്കര ഡാൻസ് പെർഫോമൻസൊക്കെ ആയിരുന്നു. അമ്പാടി അല്ലെങ്കിലും ഭയങ്കര ഡാൻസറാണ്. പുള്ളിക്കാരിയും അതിനേക്കാളും ഭയങ്കര ഡാൻസർ എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. എന്ത് പ്രോഗ്രാം ആണെന്നല്ല, കനിക്ക് ഏതെങ്കിലും കൊച്ചു പിള്ളേരെ കിട്ടി അവരുടെ പിറകെ ഓടിക്കോളും കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇരിക്കും എത്തില്ലല്ലോ. പിന്നെ നമ്മളെല്ലാവരും കൂടെ പിന്നെ ഡാൻസൊക്കെ ആയിരുന്നേ. കളിക്കുന്ന ആളെ കല്യാണം മെയ് 21-നാണ്. പുള്ളിക്കാരെല്ലാം അടിപൊളി തകർത്ത പെർഫോമൻസൊക്കെ ആയിരുന്നു. എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനും ചെറുതായിട്ടൊന്ന് ചൂട് വെച്ചു. അവിടെ
പ്രോഗ്രാമൊക്കെ അടിച്ചു പൊളിച്ചു എല്ലാവരും. പിന്നെ റിട്ടേൺ ഗിഫ്റ്റായിട്ട് ദേവദാരു ചെടിയുടെ തൈയാണ് കൊടുത്തത്. പക്ഷേ അത് നല്ലൊരു ഐഡിയ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലത് കൊണ്ട് പ്ലാന്റ് ചെയ്ത് എന്ന് വെള്ളമൊക്കെ ഒഴിച്ചത് വളരുമ്പോൾ നമ്മളെന്നും ഇവരെ ഓർക്കുമല്ലോ. പിന്നെ നമ്മുടെ കുറച്ച് കസിൻസിനൊക്കെ വരാൻ പറ്റിയിട്ടില്ല. മെയിനായതിന് കല്യാണത്തിനൊക്കെ എല്ലാവരും വരും. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടെ അടിച്ചു പൊളിക്കാം എന്നിങ്ങനെയുള്ള പ്രതീക്ഷയിൽ ഞങ്ങളെല്ലാവരും രാത്രിയായപ്പോൾ ഇച്ചിരി വിഷമത്തോടെ ആണെങ്കിലും പിരിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ വരും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.